അങ്ങനെയുള്ളപ്പോ എനിക്ക് രാഖി കിട്ടുന്നതിൽ എന്താ തെറ്റ്? കെട്ടുകയാണെങ്കിൽ എന്റെ ഡൗട്ട് എല്ലാം ക്ലിയർ ആവില്ലേ? എനിക്ക് സന്തോഷമായിട്ട് പോവുകയും ചെയ്യും. അല്ലെങ്കിലും ചിലവർക്ക് സ്വന്തം ബന്ധങ്ങളുടെ വില അറിയില്ല. വിഡ്ഢികളോട് സംസാരിക്കാൻ നിൽക്കണ്ട. രാഖി കെട്ടുന്നു. കെട്ടിക്കൊടുക്ക് ബീഗം. അതിലിത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? എന്റെ കഴുത്തിലെ താലി കെട്ടിയ ആൾക്ക് തന്നെ രാഖി ഞാൻ എങ്ങനെ കെട്ടിക്കൊടുക്കുക? ചെയ്യാനും പറ്റില്ല, ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇവളെന്റെ കയ്യിൽ രാഖി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ശ്രീദേവി അല്ലെന്നാണ് അർത്ഥം. അയ്യോ, രാഖി കെട്ടാൻ വന്നപ്പോ നീ ധൃതിയിലാണല്ലോ വന്നത്. എന്നിട്ടിപ്പോ ഇത്ര സ്ലോ ആയിട്ട് എന്തിനാ കെട്ടുന്നേ? എന്തായാലും രാഖി ഇങ്ങനെ കയ്യിൽ വെച്ചു. 2 കെട്ടൂടെ കെട്ടി അതങ്ങ് അവസാനിക്കില്ലേ? കഴിഞ്ഞല്ലോ. നീ എന്തായി ചെയ്ത്? രാഖി കെട്ടി കഴിഞ്ഞല്ലോ. ലക്ഷ്മി, വാ നമുക്ക് പോവാം. ദേ, ഞാനിപ്പോ ഒരു കാര്യം പറയുവാണ്. ഇനി ഏത് പെണ്ണിനോടായാലും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ദേഹോപദ്രവവും ഏൽപ്പിച്ചും എന്തെങ്കിലും നേടാൻ ശ്രമിച്ച അവനൊരാണായിരുന്നാലും ദൈവമായിരുന്നാലും ഞാൻ വെറുതെ വിടില്ല. ഈ ചേട്ടൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഉറപ്പ് തരുക. നിങ്ങൾ ആരെ കണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ ദേഹത്ത് ചിലപ്പോൾ കാക്കിക്കുപ്പായം ഉണ്ടാവില്ല, പക്ഷെ എന്റെ കയ്യിൽ നിങ്ങൾ കെട്ടിയ രാഖിയുണ്ട്. പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ച എനിക്ക് ചിലപ്പോൾ പോലീസിന്റെ വേഷം കെട്ടേണ്ടി വരും. അമ്മായി, കുറച്ച് തോരൻ വെക്കട്ടെ? സാമ്പാർ കൊള്ളാം, എന്നെ കഴിക്കാൻ വിട്. ഇങ്ങനെ വേഗത്തിൽ കഴിച്ചാ മണ്ട കീറും അമ്മായി. എന്നെ ആര് വിചാരിക്കാനാ? അല്ല, അവള് റൂമിൽ പോയിട്ട് എത്ര നേരമായി? എന്താ വരാത്തെ? എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്ക്. ഇന്ന് പൗർണമി ദിവസമല്ലേ അമ്മായി? പൗർണമി ആയാലെന്താ? മണിക്കൂറോളം അവള് കുളിച്ചോണ്ടിരിക്കണോ? അവളെനിക്ക് വിളമ്പി തരുന്ന് വിചാരിച്ചു. ഇപ്പ വരാ അപ്പ വരാന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരുന്നു. അയ്യോ, എന്താ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നേ? ദേവന് വിശക്കുന്നെന്ന് തോന്നുന്നു, വിളമ്പിക്കൊടുക്ക്. വിശപ്പിനെക്കാളും എനിക്കിപ്പോ സംശയമാണ് കൂടുതൽ മുത്തശ്ശി. എന്താടാ ഇത്? ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയിട്ട് രാഖിയും കെട്ടി വന്നിരിക്കുന്നു. ഇതാരാ കെട്ടിയത്? വേറെ ആര് കെട്ടിക്കൊടുക്കാനാ? അവന്റെ അനിയത്തി ശിവാനി തന്നെ കെട്ടിക്കൊടുത്തു കാണും. വേറെ ആരും കെട്ടിക്കൊടുത്താ സ്വീകരിക്കല്ലോ നിങ്ങളുടെ കൊച്ചുമോൻ. ശിവാനി അല്ല കെട്ടിയതമ്മേ, ഒരു ബീഗമാ കെട്ടിയത്. ബീഗോ? അതാരടാ? അതാ ആരാണെന്ന് അറിയേണ്ടത്. എന്താടാ താനാ തന്തനാന്നൊക്കെ പറയുന്നേ? ശ്രീദേവി എവിടെ ഉണ്ടമ്മേ? അത് അവള് റൂമിലുണ്ടെന്നേ. നീ പോകുന്നതിന് മുമ്പായിട്ട് അവള് റൂമിലേക്ക് പോയതാ. ഇതുവരെ അവള് പുറത്തേക്ക് വന്നിട്ടില്ല.
ശ്രീദേവി പുറത്തു വാ ഇങ്ങോട്ട്. എത്ര നേരം പറഞ്ഞ അകത്തേക്കുന്നേ? ശ്രീദേവി നിന്നോടാ പറഞ്ഞേ, വരുന്നുണ്ടോ ഇല്ലയോ? നല്ല ഉറച്ചു വിളിക്കടാ, അല്ലെങ്കിൽ തന്നെ 1 മണിക്കൂറിൽ കൂടുതലായി. അയ്യോ, വാതിൽ തുറന്നാ വീരരാജു പുറത്തു വരുമല്ലോ. ശ്രീദേവി എപ്പോഴാണോ വരാൻ പോകുന്നത്? ആദ്യം കഥക് തുറക്കാൻ നോക്ക്. എടി നിന്നോടാ പറഞ്ഞേ കതവ് തുറക്കാൻ. ചേട്ടാ എന്തിനാ ഒച്ച വെക്കുന്നേ? 1/4 മണിക്കൂറാണെങ്കിൽ സാരമില്ലെന്ന് വെക്കാം, 1/2 മണിക്കൂറാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. 1 മണിക്കൂറായിട്ടും ഇനി അവള് കുളിച്ചോണ്ടിരിക്കുക. വാതിൽ തുറന്നാൽ അവൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാമല്ലോ. വീരരാജു, ശ്രീദേവി ചേച്ചി ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടമ്മേ. ഇവര് വെറുതെ ആവശ്യമില്ല ടെൻഷൻ അടിക്കാണ്. ശ്രീദേവി കതക് തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഇങ്ങനെ കിടന്ന് ഒച്ച വെച്ചാ അയലൊക്കക്കാരൊക്കെ ഓടി വരും കേട്ടോ. ആദ്യം അവള് വരട്ടടാ. എടത്തി, ശ്രീദേവി എടത്തി, ഒന്ന് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ പ്ലീസ്? ഇവിടെ ഒരാൾ BP കൂട്ടി നെഞ്ചുവേദന വരുമെന്നാണ് എനിക്ക് തോന്നുന്നേ. അകത്തുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം? കതക് തുറന്നാലേ അറിയാൻ പറ്റൂ. എടി നിന്നോടാ പറഞ്ഞേ. നീ റൂമിനകത്തായിരുന്നു? ഞാൻ റൂമിനുള്ളിൽ അല്ലാതെ പിന്നെ ഏട്ടന്റെ മനസ്സിനുള്ളിൽ കയറാൻ എന്നെ അനുവദിക്കില്ലല്ലോ. ഇതുപോലുള്ള കഥയും കവിതയൊക്കെ പറയുന്നത് ഇരിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങളിവിടെ ഒച്ചത്തിൽ കിടന്ന് വിളിച്ചു, നീ എന്താ കഥക് തുറക്കാത്ത? നിങ്ങളെല്ലാം ഒച്ചത്തിൽ വിളിച്ചു എന്ന് കരുതി ഞാൻ എന്താ കേൾക്കണമെന്നുണ്ടോ? എന്തേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതെ ചോദിച്ചതിന് നീ ഉത്തരം പറ. ഞങ്ങൾ ഇത്രയും നേരം അലറി വിളിച്ചിട്ടും നീ എന്ത് ചെയ്തുകൊണ്ടിരുന്നെന്ന് ഞങ്ങളോട് പറ. ആ, അതോ ഞാൻ കുളിക്കുന്ന സമയത്ത് ചെവിക്കുള്ളിൽ വെള്ളം പോവാതിരിക്കെ ദായി പഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. പൂജ ചെയ്തോണ്ടിരിക്കുമ്പോഴും ഈ പഞ്ഞി ചെവി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ നിങ്ങളെല്ലാം ഉറക്കെ വിളിച്ചിട്ട് ഞാൻ കേൾക്കാതിരുന്നേ. പൂജയോ? അതെ ദേവേട്ടാ, എന്റെ ഗൗതമേട്ടനെ രാഖി കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും ദേവേട്ട നന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാണിക്ക വെക്കുമായിരുന്നു. നീ മണ്ണ് ചാക്ക് കെട്ടി അത് കൊണ്ടുപോയി കാണിക്കെന്നും പറഞ്ഞിട്ടാല് അതിനെന്ത് പ്രയോജനം കിട്ടും? ശ്രീദേവി സമാധാനമായിട്ട് നിൽക്കുമ്പോ നിങ്ങളെന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? പൂജ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടല്ല, ഒറ്റയ്ക്കിരുന്നിട്ടായാലും ഭഗവാനെ നന്നായിട്ട് പൂജിച്ചാ മതിയാകും. നീ ഏത് ദൈവത്തോടാ പ്രാർത്ഥിച്ചത്? റൂമിൽ ദൈവത്തിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ. ആ ജനല് നന്നായി തുറന്നു വെച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ ആൽമരത്തെയും വേപ്പ് മരത്തെയും നോക്കി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ദേവേട്ടാ. എന്തല്ലത് മതിയാവും ഏട്ടത്തി. സാക്ഷാൽ 33 ദൈവങ്ങൾക്ക് പൂജ ചെയ്ത് ഫലം കിട്ടും. അങ്ങനെയാണോ? അതെ അമ്മായി. അമ്മായിയുടെ കൈ ഉണങ്ങിപ്പോവും, പോയി കഴുകിയിട്ട് വരുമെന്നേ. എന്നെ പകുതിയിൽ ഇങ്ങനെ നിർത്താൻ പറയാണോ? വയറ് നിറച്ചെനിക്ക് കഴിക്കട്ടെ, ഞാൻ പോയി കഴിക്കട്ടെ. പൂജയെന്ന് പറഞ്ഞ ചന്ദനത്തിരിയില്ല കർപ്പൂരവും ഇല്ലാതെ നീ എങ്ങനെയാ പൂജ ചെയ്തേ? പൂജ ചെയ്യുവാണെന്ന് മനസ്സിലുണ്ടായിരുന്നാ പോരെ? അതൊക്കെ എന്തിനാ ദേവേട്ടാ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. രാഖി കെട്ടിയോ? ഗൗതമേട്ടന് ഞാൻ രാഖി കെട്ടി അമ്മായി. എനിക്ക് ഒരുപാട് സന്തോഷായി. അപ്പൊ എന്തായാലും നമ്മുടെ പ്ലാൻ സക്സസ് ആയി അല്ലേ? ആ, ഇതെല്ലാം നീ കാരണ വീരരാജു. ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, എന്താ ഏട്ടത്തി ഇത്? പെൺകുട്ടികളുടെ ചേട്ടനായ ഗൗതം ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീട്ടിലെ പെൺകുട്ടികൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എല്ലാം ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. കറി നന്നായിട്ടുണ്ടടാ, നീ ഇരുന്ന് കഴിക്കേ. വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാം.
ശരി കള, നിന്റെ ഇഷ്ടം. നന്നായതുകൊണ്ട് പറഞ്ഞതാ. ചേട്ടാ, ഭക്ഷണം എന്താ വേണ്ടെന്ന് പറഞ്ഞേ? എന്റെ കയ്യിലുള്ള ഈ രാഗി കാണുമ്പോണ്ടല്ലോ, ഇത്രയും സഹോദരിമാരും കൂടെ ഈ സഹോദരന് ആഹാരം അവരുടെ കൈകൊണ്ട് വാരി തന്നതുപോലെ എനിക്ക് തോന്നുന്നു ശിവാനി. ചേട്ടാ, ചേട്ടന്റെ അനിയത്തിമാര് രാഖിയാണ് കിട്ടിയത്. അല്ലാതെ ചേട്ടന് കഴിക്കാൻ വേണ്ടി ഇലയൊക്കെ ഇട്ട് സദ്യയൊന്നും അല്ല അവര് വിളമ്പിയത്. ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തു തരില്ലേ? കയ്യിൽ കെട്ടിയിരിക്കുന്ന രാഗി കണ്ടു തന്നെ ഏട്ടന്റെ വയറ് നിറയുന്ന തോന്നുന്നേ. അതിലിപ്പോ എന്തായിരിക്കുന്നെ? പറഞ്ഞാ മനസ്സിലാവും. ദേ കണ്ടില്ലേ, ദേ ഈ രാഗിയിൽ ഗണപതി കണ്ടില്ലേ? ഇതാ എന്നെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. ഇത് ചേച്ചി കെട്ടിയ രാഗിയല്ലേ? ഏത് ചേച്ചി? അതെ, ആ ബീഗം ചേച്ചിയാണെന്ന് പറഞ്ഞു വരുമായിരുന്നു ദുർഗ. അതെ അതെ, ആ ചേച്ചി തന്നെ. പക്ഷേ ബീഗം ഈ ഗണപതിയുള്ള രാഗി എന്തിനാ കെട്ടിയത്? ശരിയാ, ഈ രാഗി കെട്ടിയത് ബീഗമാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും പേരുണ്ടായിരുന്നില്ലേ? ഇത് ബീഗം കെട്ടിയതാന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയും? ഇല്ല മോളെ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ഗണപതിയുള്ള രാഗി കെട്ടിയത് ആ ബീഗം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ രാഗി കാണുമ്പോൾ എനിക്ക് എൻ്റെ ശ്രീദേവി ഓർമ്മ വരുവാ. ഏട്ടാ, അതെ മോളെ, എല്ലാ വർഷവും രക്ഷാബന്ധൻ സമയത്ത് ഗണപതിയുള്ള രാഗി മാത്രമേ ശ്രീദേവി കെട്ടാറുള്ളൂ. നിനക്കോ അത് അറിയാവുന്ന കാര്യമല്ലേ? അതെ അറിയാം ഏട്ടാ. അങ്ങനെ എത്രയോ ഓർമ്മകളുണ്ട്. എന്തിനാ ചേട്ടാ ഇത്രയൊക്കെ ആലോചിക്കുന്നേ? ഈ രാഖി കെട്ടിയത് തന്നെ ശ്രീദേവിയല്ലേ? ആഹാ, അവളെങ്ങനെ കെട്ടാനാ? ഇത് ബീഗം ചേച്ചി കെട്ടിയതാണെങ്കിലും ഏട്ടന് ശ്രീദേവി ചേച്ചി ഓർമ്മ വന്നെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ശ്രീദേവിയുടെ കാര്യം പറയരുതെന്ന് പറഞ്ഞ ഏട്ടൻ ഇന്ന് അവളെ കുറിച്ച് തന്നെ സംസാരിക്കുന്നു. അവളെ ഓർമ്മ വന്നെന്ന് തോന്നുന്നു. അതെങ്ങനെ ഓർമ്മ വരാതിരിക്കും? നാളെ നമ്മുടെ ശ്രീദേവിയുടെ പിറന്നാളല്ലേ? അവൾക്ക് മാത്രമല്ല, ഏട്ടന്റെയും പിറന്നാളാ നാളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ശ്രീദേവി ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. ഇല്ലെങ്കിൽ ശ്രീദേവി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഏയ്, അങ്ങനെയൊന്നും പറയാതെ. എന്താണെങ്കിലും ശരി, ഏട്ടൻ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏട്ടന്റെ മനസ്സ് വെറുതെ വേദനിപ്പിക്കരുത്. ഒന്നുമില്ലെങ്കിലും നാളെ ഏട്ടന്റെ പിറന്നാളാ. ഏട്ടൻ സന്തോഷമായിട്ട് ഇരിക്കേണ്ട ദിവസമാ. ഏട്ടനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും, പക്ഷെ ശ്രീദേവിയെ കാണാൻ പറ്റുമോ ചേച്ചി? നിങ്ങൾ ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട. വിധി അങ്ങനെയാണെങ്കിൽ എല്ലാം നല്ല പോലെ നടക്കും. ശ്രീദേവി, ശ്രീദേവി, എന്താ അമ്മായി, ആരതിയൊക്കെ റൂമിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു? ഇന്ന് ഈ പൊന്നുമോളുടെ പിറന്നാളല്ലേ? ഇവിടുന്ന് നടന്ന് നടന്ന് ഹാളിൽ എത്തുമ്പോഴേക്കും സമയം വൈകുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ. ഇതാ തൊട്ട് തൊഴുതോളൂ. എന്റെ ഈ മരുമകൾക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. താങ്ക് യു അമ്മായി. ഞങ്ങൾക്ക് തിരിച്ചറിവ് വരുന്ന കാലത്തിനു മുൻപേ അമ്മ ഞങ്ങളെ എല്ലാവരെയും വിട്ടിട്ട് പോയി. അന്ന് മുതൽ എന്ത് പ്രയാസം വന്നിരുന്നാലും ഒരമ്മയെപ്പോലെ അമ്മായി ഞങ്ങളോടൊപ്പം ഉണ്ട്. ഗീതമ്മയെ പോലെ ഒരു അമ്മായിയെ കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദേവേട്ടൻ അറിയാതെ ചെയ്തൊരു തെറ്റ് എന്നെ അമ്മായിയുടെ മരുമകളാക്കി.
അതും നല്ലതിനു വേണ്ടിയാന്ന് തോന്നുന്നു അമ്മായി. ശരിക്കും അവൻ നല്ലവനായിരുന്നെങ്കിൽ നിന്റെ ചേട്ടൻ അവനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയേനെ. അവന്റെ ഈ ക്രൂരത നിറഞ്ഞ മനസ്സറിഞ്ഞ എനിക്കേ വെറുപ്പാണ് അവനോട്. അങ്ങനെയുള്ളപ്പോ ഗൗതമൻ അവനോട് ദേഷ്യം വരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഒരു നല്ല ദിവസമായിട്ട് അവനെക്കുറിച്ച് എന്തിനാ വെറുതെ സംസാരിക്കുന്നേ? നിനക്ക് ഗൗതമനെ ഒന്ന് വിളിച്ച് ആശംസ പറഞ്ഞൂടെ? വേണ്ട അമ്മായി. ഏട്ടന് ഞാൻ ഫോൺ ചെയ്ത ഏട്ടൻ എന്നോട് മിണ്ടിയില്ലെങ്കിൽ എനിക്കത് ഒരുപാട് വിഷമാവും. അതിനു പകരം ഞാൻ ഏട്ടന് ഫോൺ ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ അതെന്റെ വിധിയാണെന്നോർത്ത് ഞാൻ സമാധാനിച്ചോളാം. പക്ഷെ കുട്ടിക്കാലം മുതലേ എന്റെ ഒരു പിറന്നാളിനും ഞാൻ ഏട്ടനെ വിട്ട് നിന്നിട്ടില്ല. എന്താന്ന് വെച്ചാ ഇന്നത്തെ ദിവസം ഏട്ടന്റെയും പിറന്നാൾ കൂടിയല്ലേ. അതെ ശ്രീദേവി, ഈ വീടും ആ വീടും തമ്മിൽ ചേരില്ലെങ്കിലും പിറന്നാള്, ഉത്സവം, ആഘോഷങ്ങൾ അങ്ങനെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. ഇന്നെന്റെ മരുമകന്റെ പിറന്നാളായിട്ട് പോലും എനിക്ക് അവനോട് ആശംസ പറയാൻ പറ്റുന്നില്ല. അമ്മായി, കുട്ടിക്കാലം മുതലേ ഞാനും ഏട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുക്കുമായിരുന്നു. അമ്മായിക്ക് അറിയോ? എന്താ മോളെ അത്? ചിരി ചിരിയോ നിന്നൊമ്പര ചിരിയിൽ പിറന്നാട്ടിറയോ, തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ, പെണ്ണിൻ ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. നിനക്ക് എൻ്റെ വക പിറന്നാൾ ആശംസകൾ മോളെ. ഏട്ടാ, ഏട്ടൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ എന്തുമാത്രം സന്തോഷിക്കുമെന്ന് അറിയാവോ? അച്ഛൻ തരാത്ത സ്നേഹം ഏട്ടനാ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. ഗൗരി, എന്തൊക്കെയാണെങ്കിലും നമ്മളെക്കാളൊക്കെ ഭാഗ്യശാലി നമ്മുടെ ശ്രീദേവി തന്നെയാ. അതെങ്ങനെയാ ചേച്ചി? ഏട്ടന്റെ പിറന്നാളിന്റെ അന്ന് തന്നെ ഇവളും ജനിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ കാര്യമല്ലേ? അത് സത്യമാണെങ്കിലും എനിക്കതിൽ കുറച്ച് വിഷമമുണ്ട്. എന്തുപറ്റി മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെങ്ങനെ ശരിയാവും? വേറെ വേറെ ദിവസമായിരുന്നെങ്കിൽ എനിക്ക് 2 കേക്ക് കഴിക്കായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു കേക്കില് 2 ആളുടെ പേരും. ഏട്ടാ, കേക്ക് കട്ട് ചെയ്യ. ശ്രീദേവി, കത്തി ഏട്ടന് കൊടുക്ക. സാരല്ല മോളെ, നീ തന്നെ കട്ട് ചെയ്യും. എന്തായാലും ഈ പ്രാവശ്യം കേക്ക് ശ്രീദേവി തന്നെ കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യും. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം ഒരു 100 ഏട്ടാ, ഒരു മിനിറ്റ്. എവിടെ പോവാ? ഇപ്പൊ വരാം. എന്തോർത്ത് പോയതാണോ എന്തോ. പെട്ടെന്ന് വാ ചേച്ചി. എന്താ ഏട്ടാ ഇത്? ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ഏതെങ്കിലും ഫംഗ്ഷൻ ഹാളിൽ വെച്ച് നടത്താതെ വീട്ടിൽ തന്നെ നടത്തിയല്ലോ. ഒന്നുമില്ലെങ്കിലും കുറച്ച് ഡെക്കറേഷൻ എങ്കിലും ചെയ്തിട്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ വിളിച്ച് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്താറുന്നല്ലോ. ഇപ്പൊ ഒരു കുഞ്ഞു കേക്കും മേടിച്ചിട്ട് അതിനെ ആഘോഷം എന്ന് പറയുവാണോ? ഈ ചിലവുകളൊക്കെ നടത്താൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലും നിങ്ങളുടെ എല്ലാം കല്യാണം ഞാൻ നല്ല ആർഭാടമായിട്ട് തന്നെ നടത്തും.
എല്ലാ വർഷവും ഏട്ടന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഏട്ടന് ഷർട്ട് വാങ്ങി തരാറില്ലേ? ഇതാ. വാവ്, ഷർട്ട് നന്നായിട്ടുണ്ട് ചേച്ചി.